നമസ്കാരം. നേരം ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ കെ മുരളീധരൻ നായരാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ കുലപതിയാണ് അദ്ദേഹം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥപതി, ഒപ്പം തന്നെ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് സാറ്. സ്വാഗതം സാർ. സാർ, നമ്മൾ വീട് വയ്ക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു. ഇനി വീടിന് പുറത്തുള്ള കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വൃക്ഷങ്ങളും ചെടികളെയും കുറിച്ചാണ് സംശയങ്ങൾ ഒരുപാടുള്ളത്. ഇപ്പോൾ വീടിന് ആവശ്യമായ ചെടികളുണ്ട്, ഭംഗിക്കുള്ള ചെടികളുണ്ട്, സാധാരണ ദൈവീകമായി വളർത്തുന്ന ചെടികളുണ്ട്, ഇപ്പോൾ തുളസി പോലെ ഉള്ള ചെടികളുണ്ട്. സാർ, ആദ്യം ആവശ്യകതയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കറിവേപ്പില വൃക്ഷം ഇപ്പോൾ പലരും പേടിപ്പിക്കുന്നുണ്ട്. അയ്യോ, അത് അവിടെ പാടില്ല, ഇവിടെ പാടില്ല, വീട്ടിനുള്ളിൽ നിൽക്കാൻ പാടില്ല, വീട്ടിന് പുറത്ത് വേണം കറിവേപ്പില. ഇത് ശരിക്കും സാധാരണക്കാരന് സംശയമാണ് സാർ. അതൊന്ന്. രണ്ടാമത്, അതുപോലെ പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ ആയിട്ടുള്ള ഈ കൂവളം, ശംഖുപുഷ്പം, എരിക്ക് മുതലായ ചെടികൾ ഇപ്പോൾ ഇന്ന് 2 ദിവസം മുമ്പേ ഉള്ള ഏതോ ഒരു മാഗസീനിലോ പത്രത്തിലോ കണ്ടു, എരിക്ക് വീടിനുള്ളിലേ പാടില്ല, തീർച്ചയായും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് മാറ്റണം എന്ന് പറഞ്ഞു കേട്ടു. എന്താണ് സാർ സത്യാവസ്ഥ? ഇപ്പോൾ അവസാനം ചോദിച്ച എരിക്കിൻ്റെ കാര്യം പോലെ തുടങ്ങാം. എരിക്ക് നമ്മൾ സാധാരണ വീട്ടിൽ നട്ടു വളർത്താറില്ല. ഉണ്ടാവാം, എങ്കിലും ജനറലി ചില സ്ഥലങ്ങളിൽ താനേ പൊടിക്കും. അത് വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വരുന്നതിന് തടസ്സമൊന്നുമില്ല. അതൊരു ദോഷമുള്ള സാധനമല്ല, പേടി വേണ്ട. പിന്നെ കൂവളം ഒരു ചെറിയൊരു മരം, ഒരു വാസ്തുമണ്ഡലത്തിനകത്ത്. അതിന് സ്ഥാനം എന്ന് പറയുന്നത് കിഴക്കും വടക്കും തന്നെ. കിഴക്കേ മൂലഭാഗത്തോട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അതിനാരും മുറിച്ച് കളയാറില്ല. ചില സ്ഥലങ്ങളിൽ പണ്ട് കാലത്തൊക്കെ ഈ മരത്തിൻ്റെ മൂട്ടിൽ വിളക്കെത്തി, ചെറിയ ഒരു ആൽത്തറ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ പഴയ കാരണവർക്ക് വിളക്കെത്തിച്ച് വരുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല പറിച്ചിട്ട് ശിവന് മാലയായിട്ട് ചേർത്താം. എന്തിനാ ഇതിൻ്റെ ഇല എല്ലാ ആൾക്കാരും രാവിലെ 1-2 ഇല രാവിലെ വെറുമേറ്റി കഴിക്കുന്നവരുണ്ട്. അത് ഡയബറ്റീസിനൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ആയുർവേദ നമുക്കതിനെ പറ്റി പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ എന്തായിരുന്നാലും ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സാധനമാണ്, അല്ലാതെ നെഗറ്റീവ് അല്ല കേട്ടോ. പിന്നെ അതല്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നാരകവർഗ്ഗങ്ങൾ ഒരിക്കലും തന്നെ ഒരു വീട്ടിൻ്റെ കാമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ടെറസിൻ്റെ ഒരുന്ന് നല്ലതല്ല. എന്നാൽ കരിവേപ്പില അതിൽ പെടുന്നതാണെങ്കിൽ പോലും ഒരു കുടുംബത്തിനകത്ത് ഒരു കരിവേപ്പില ചെടി അത്യാവശ്യം 1-2 അല്ലി എടുക്കത്തക്ക രീതിയിലാണ്. അതിനെ വീടിനോട് ചേർന്ന് നടാതെ അല്പം അതിനോടൊക്കെ ചേർത്തൊക്കെ അല്പം സ്വല്പം അകലം പാലിച്ച് സ്ഥലമുള്ളവർക്ക്. പിന്നെ വീടിൻ്റെ മുൻവശത്തും കൊണ്ട് നടരുത്, അത് നല്ലതല്ല. അപ്പോൾ അതാ പറഞ്ഞ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളുടെ സ്വല്പം മാറി നടാമല്ലോ, അങ്ങനെ ചെയ്ത് പരിക്കും. അതുപോലെ ഈ പപ്പായ ഉണ്ടല്ലോ, കപ്പയ്ക്ക എന്ന് പറഞ്ഞ സാധനം, അത് സ്വല്പം മാറ്റി നടുക. ചില ആൾക്കാർ വീടിൻ്റെ കൂടെ ചേർത്തൊക്കെ നട്ടുകളയും. അങ്ങനെ ചില കാര്യങ്ങൾ. പിന്നെ നാരകവർഗ്ഗങ്ങൾ ഇപ്പോഴത്തെ ഓറഞ്ച് ഇത് ടെറസിൻ്റെ ഉയരം വെച്ചളയും, അത് നല്ലതല്ല. മുരിങ്ങ പോലും അല്ലല്ല, ഈ നാരകവർഗ്ഗങ്ങൾക്ക് ഒരു നെഗറ്റീവ് തരങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പണ്ട് കാലം മുതലേ ഗ്രന്ഥങ്ങൾ എല്ലാം പറയാറുണ്ടല്ലോ സാർ, മുള്ളുള്ള മരങ്ങളും ചെടികളും പാടില്ല, ഒഴിവാക്കുക. അതിലൊന്നാണ് നാരകവും. അതെ. ഈ മുള്ളുള്ളതിനൊക്കെ പറയുമ്പോഴാണ് പണ്ടുള്ള ആൾക്കാർ ചില പഴമൊഴികളുണ്ട്. നമ്മളൊരാളിനൊരു സംഭാവന കൊടുക്കുന്നു,
നമ്മൾ എന്തെങ്കിലും അതെ. കത്തി കൊടുക്കുമോ? ഒരിക്കലും മൂർച്ചയുള്ള സാധനങ്ങളൊന്നും കൊടുക്കില്ല. ആ അതെ. അപ്പോൾ അങ്ങനെ ഈ പിന്നെ കത്തി, പിന്നെ അതുപോലുള്ള ആയുധങ്ങൾ, കാര്യങ്ങൾ, അത് കത്തി, ഇങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മൾ സംഭാവനയായിട്ട് നമ്മൾ കൊടുക്കാറില്ല. അതിനൊക്കെ വേറെ ഭാവത്തിൽ കൂടെയാണ് എനിക്ക് പറയുന്നത്. ഒരു കുടുംബത്തിന് ആവശ്യം നമ്മൾ സ്വയം വാങ്ങിച്ചു വയ്ക്കും. ആ കേസ് പറയാം. നമ്മൾ വേറെ സംഭാവനയായിട്ട് ചെയ്യാറില്ല. അതൊക്കെ പണ്ട് കാലമുള്ള ആൾക്കാർ അത് പരിപാലിച്ചു വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിനൊക്കെ ചില ഇത് പറഞ്ഞപ്പം അതിനകത്ത് കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടി, ഇപ്പം ഈ ചില മോഡൽ വാള് ഇപ്പം നമ്മൾ ഷോ കേസിലൊക്കെ വെക്കുന്ന അത് സമ്മാനമായി കൊടുക്കുന്ന പലരും ഉണ്ട്. അതായത് നമ്മുടെ പരിചയം വാളുണ്ട് അല്ലേ? അത് വീട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ പല ആൾക്കാരെ ഇതിനെ കൊണ്ട് കൊടുക്കാറുണ്ട്. അതെ അത് ചില കാര്യങ്ങൾ. പിന്നെ വീട് പാലിച്ച് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കണ്ണീരുള്ള ഒരു ചിത്രമാണ്. അത് ഒരിക്കലും പാടില്ല. അതും പാടില്ല. ആടി ഒലിയുന്ന കപ്പൽ, സമുദ്രത്തിൽ കൊടുങ്കാറ്റ് അടിച്ചിട്ട് അങ്ങ് ആടി കപ്പൽ, ആ ചിത്രങ്ങൾ ഒരു വീട്ടിൽ വയ്ക്കാൻ പാടില്ല. അത് ദുരന്തമാണത്. അപ്പം അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ കണ്ണടച്ചിരിക്കുന്ന ഒരു തപസ് ചെയ്യുന്ന വിഗ്രഹങ്ങൾ, മോഡൽ ഏതായിരുന്നാലും, അത് ലാബിൻ ബുദ്ധയായിരുന്നാലും ശരി, സാക്ഷാൽ പരമശിവനായിരുന്നു, ഹിന്ദുപരമായിട്ട് ആരൊക്കെ ആയിരുന്നാലും ശരി, കണ്ണടച്ച് പൊട്ടിക്കുന്നത് വീട്ടിനകത്ത് പാടില്ല. അത് ഇന്നല്ല പണ്ട് മുതലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ആധികാരികമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോഴൊരു ലാബിൻ ബുദ്ധൻ്റെ ഇത് വെച്ച് കംപ്ലീറ്റ് എടുത്ത് അതിപ്പോൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ അത് നമുക്ക് എല്ലാം എടുത്ത് മാറ്റി വയ്ക്കേണ്ട കാര്യമാണ്. അത് ശരിയല്ല. ഇപ്പോൾ പല ആൾക്കാരും തന്നെ ഒരു വീടിനകത്ത് തന്നെ ഒരു തടാകം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് നടുക്കത്ത് കണ്ണടച്ച് ബുദ്ധനെയും വെച്ചിട്ട്, പക്ഷെ അതങ്ങ് നീണ്ടു പോകില്ല കേട്ടോ. ചില സ്ഥാപനങ്ങൾ എനിക്കറിയാം. ചില സ്ഥാപനങ്ങൾ ആദ്യം അടിപൊളി വന്നിട്ട് അത് പെട്ടെന്ന് മൂക്കും ഇങ്ങനെ നേരത്തായിട്ട് പോകും. അങ്ങനെ എത്ര അനുഭവങ്ങൾ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ സാധാരണ നമുക്ക് പ്രകൃതിപരമായിട്ട് പ്രകൃതിക്ക് അനുസരണമായ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ വയ്ക്കാം. പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിൽ നമുക്ക് വയ്ക്കുന്നതിന് ഒരിക്കലും തന്നെ നല്ലതല്ല. ഇതിനു കൂടി അനുബന്ധമായിട്ടൊരു നമ്മുടെ വിളക്ക് കൂടി സാർ പറഞ്ഞു തരണം. അതായത് വിളക്ക് കത്തിക്കേണ്ടത് എങ്ങനെയാണ്, എവിടെ കത്തിക്കണം? സാധാരണ നമ്മളൊരു അതിന് ഒരു ചോദ്യം കൂടെ ഉണ്ട് സാർ. പണ്ട് നമ്മൾ ഈ പൂമുഖത്താണ് വിളക്ക് കത്തിക്കുന്നത്. അന്ന് ദീപം എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുവന്ന് കത്തിക്കുന്ന രീതി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴയ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ പണ്ട് കണ്ടിട്ടുള്ളതാണത്. ഇപ്പോഴുള്ള തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞേ കൂടാ. അതിൻ്റെ ഒരു വിശദീകരണം. അത് ഇപ്പോഴത്തെ വടക്കൻ കേരളത്തിൽ ഇപ്പം തന്നെ സന്ധ്യാസമയത്ത് ദീപം എന്ന് പറഞ്ഞിട്ട് ഒരു നിലവിളക്ക് കൊണ്ട് വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ട് വയ്ക്കും. അതിന് ഒരിക്കലും തെറ്റില്ല, നല്ലതേ ഉള്ളൂ. സാധാരണ ഇത് നമുക്കിവിടെ തെക്കൻ കേരളത്തിൽ എവിടെയായിരുന്നാലും ഏറ്റവും കുറച്ചുകൂടെ പവർഫുള്ളെന്ന് പറയുന്നത് ലക്ഷ്മി വിളക്ക്. അറിയില്ല, ഇങ്ങനെ അതിൽ ഒരു തീനാളെ വരുള്ളൂ. രണ്ട് തിരി ചേർത്തിട്ട് വരുന്നത്. അതിലല്പം നെയ്യ് ഒഴിച്ചിട്ട് രാവിലെ നമ്മൾ പ്രധാനപ്പെട്ട വാലിൻ്റെ നട വയ്ക്കണമെങ്കിൽ ദീപനാള് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കണം. വൈകുന്നേരം വയ്ക്കുമ്പോൾ തീനാളം പടിഞ്ഞാറോട്ട് വയ്ക്കണം. എന്താണ്? സൂര്യൻ്റെ കണക്കാണ്. അങ്ങനെ വയ്ക്കുന്നത് വീടിന് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും, ഒരു അനുകൂലമായ തരങ്ങൾ. അതാണ് നെയ്യാണ് ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യം, അവരുടെ ആരോഗ്യം, സമ്പൽ സമൃദ്ധി, എല്ലാത്തിനും ഉത്തമം ലക്ഷ്മി വിളക്കാണ്. ലക്ഷ്മി വിളക്ക് പരിപാലിക്കുന്ന ഏറ്റവും ഉത്തമമാണ്. ഒരു ചെറിയൊരു തട്ടത്തിൽ വെച്ച് കത്തിച്ചിട്ട് പ്രധാനപ്പെട്ട വാതിൻ്റെ ലെഫ്റ്റോ റൈറ്റോ വയ്ക്കാം, തടസ്സമൊന്നുമില്ല. പിന്നെ ഈ ലക്ഷ്മി വിളക്ക് പല ആൾക്കാരും നമുക്ക് വീടിന് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തിച്ചിരിക്കും. നിലവിളക്കിന് ഉപരി ഒരു വിളക്കൂടി കത്തിച്ചു വയ്ക്കും. അതൊക്കെ നല്ലതേ ഉള്ളൂ. പല ആൾക്കാരും ചോദിച്ചു, പൂജാമുറിക്കകത്ത് എത്ര വിളക്ക് കത്തിക്കാം? എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കത്തിച്ചോ. ഒരു 10 പടം ഉണ്ടെങ്കിൽ 10 പടം കൂട്ടിയോ. അതിലൊന്നൊരു കണക്കുമില്ല. പിന്നെ ദീപനാളങ്ങൾ മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കിലേക്ക് 4 തീനാളം. വടക്ക് കിഴക്കേ മൂലഭാഗത്തേക്ക് ഈശാന കോണിലേക്ക് ഒരു തീനാളം. അങ്ങനെയാണ്. അതാണ് 5 എന്ന് പറയുന്നത്. 5 എന്നുള്ള പറഞ്ഞ ആ കണക്കാണ്. ആ രീതിയിൽ വിശേഷ ദിവസങ്ങളിൽ സാധാരണ നമുക്കിപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുമ്പോൾ
2 തീനാളം വരാം, കിഴക്കോട്ടും പടിഞ്ഞാറും മതി, ധാരാളം മതി. എന്നാൽ വിശേഷ ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ 5 തീനാളം കത്തിക്കുക. അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ എല്ലാ ദിവസവും കത്തിച്ചൂടെ നേട്ട കത്തിക്കുന്ന ഒരു കുഴപ്പമില്ല. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന എണ്ണ വളരെ മായം ചേർന്നതാണെന്ന് പറയും. അതിന് പകരം നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് അണുനശീകരണം എന്ന് പറയുന്നത് എള്ളെണ്ണയാണ്. അതിലാണ് ഏറ്റവും മായം. അത് മായത്തിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, നമുക്കത് മായം തീർത്ത് അല്ല. വെളിച്ചെണ്ണയ്ക്കാട്ടി എള്ളെണ്ണയ്ക്കാണ് പ്രത്യേകത. നമ്മുടെ നല്ലെണ്ണ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നെയ്യായിരിക്കണം, ഗീ കേട്ടാ. അപ്പോൾ നെയ്ക്കാണ് ഏറ്റവും നല്ല ചൂട്, ഓക്സിജൻ ഏറ്റവും പവർഫുൾ അതാണ്. അപ്പോൾ നെയ്യപ്പോൾ എല്ലാവർക്കും സാമ്പത്തിക ചുറ്റുപാടുള്ള ചിലർക്ക് മാച്ച് കത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വെളിച്ചെണ്ണയ്ക്കാട്ടി നല്ലത് എള്ളെണ്ണ തന്നെയാണ്. അണുക്കൾ നശീകരിക്കാൻ വേണ്ടി എള്ളെണ്ണയാണ് നല്ലത്. അല്ല സാർ, പലരും പറഞ്ഞു ഈ വെളിച്ചെണ്ണയ്ക്ക് കരി അധികം വരുന്നില്ല, എള്ളെണ്ണയ്ക്ക് ഒരുപാട് കരി വരുന്നു. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാണ്. അത് നല്ല സാധനത്തിന് ഈ കരി വരില്ല. ഇതുകൊണ്ടാണ്. അതിൽ ശരിക്കും ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എന്തൊക്കെയൊക്കെ പിന്നക്കെണ്ണ അതൊക്കെ മിക്സ് ചെയ്തൊക്കെ വരുന്നുണ്ട്. അതായത് കണ്ടമാനം. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ ഭാഗത്ത് നിന്ന് പറഞ്ഞ എണ്ണകളൊന്നും ശരിയില്ല. നെയ്യ് വലിയ കുഴപ്പമാണ്. ഈ വരവ് നെയ്യുകൾ ഇപ്പം നമുക്ക് നമ്മുടെ മിൽമയുടെ നല്ല നെയ്യാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പാട്ടയിലൊക്കെ വെറുതെ അടച്ചു പറഞ്ഞ നെയ്യും ഒക്കെ കൊണ്ടുവച്ചാൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. എപ്പോഴും തന്നെ ഒരു ഭഗവാൻ സേവകത്തെയും ഒരു ഭഗവാന്റെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്ത് നെഗറ്റീവ് എനർജി എനിക്ക് ചെയ്യാൻ വേണ്ടിയില്ലല്ലോ. അത് ഉദാഹരണം, പള്ളികളിൽ മെഴുതിരിയാണ് കത്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? മെഴുകെന്താണ് സംഭവം? മൃഗങ്ങളുടെ കൊഴുപ്പുകൊണ്ടുണ്ടാക്കുന്ന സാധനമല്ലേ? ഇന്നിപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇന്ന് അവർ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ വിളക്ക് കത്തിക്കും, നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യം ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ്, നെയ്യിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണവും ദോഷവും വിളക്ക് കത്തിക്കുമ്പോൾ ആൾക്കാർ പണ്ട് കാലം മുതലേ ആൾക്കാർ മനസ്സിലാക്കിയിട്ടാണ് ഈ നല്ലെണ്ണയും പിന്നെ നെയ്യും ഉപയോഗിക്കുന്നത്. ഒരു വീടിന് പൂജാമുറി അത്യാവശ്യമാണോ? തീർച്ചയായിട്ടും നമുക്കൊരു വീടിനെ പൂജാമുറിയായിട്ട് പരിപാലിക്കാൻ പറ്റുമെങ്കിൽ, അതായത് സ്ഥലമുണ്ട്, ഒരു വീട്ടിലൊരു പൂജാമുറി വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. വടക്കിഴക്കേ മൂലഭാഗത്തോ കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങളിലോ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഒരു പൂജാമുറി നമുക്ക് ചെയ്തെടുക്കാം. പൂജാമുറിക്ക് സൗകര്യങ്ങളൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് നമുക്ക് വിളക്ക് എത്തിക്കാം. അത് കിഴക്കേ ചുമരുകളിൽ പടങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറോട്ട് നമ്മൾ തുടർന്ന് കിഴക്കോട്ട്. നമുക്കാണ് ഊർജ്ജം കിട്ടുക. അമ്പലത്തിൽ ദേവന് പ്രാധാന്യം, വീട്ടിൽ മനുഷ്യന് പ്രാധാന്യം. അതാണ് എൻ്റെ കണക്ക്. എപ്പോഴും നമുക്കാണ് ഊർജ്ജം കിട്ടേണ്ടത്. ഊർജ്ജം കിട്ടേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് വീടിൻ്റെ ഏത് കിഴക്കേ ചുവരിൽ വെച്ചാൽ അത് കറക്റ്റായിട്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ വടക്കിഴക്കേ മൂലഭാഗത്ത് ഒരു പൂജാമുറി ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ചില പ്ലാനുകൾ സാധിക്കില്ല. ഉദാഹരണം, വടക്കിഴക്കേ ഭാഗത്ത് ഒരു സിറ്റ് ഔട്ട് ഓപ്പണായിട്ട് എടുത്തു കഴിഞ്ഞു, പിന്നെ ഡ്രോയിങ് ഹാൾ വരും, അല്ലെങ്കിൽ ലിവിംഗ് ഹാൾ വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വടക്കിഴക്കേ മൂലഭാഗത്ത് പൂജാമുറി എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ മറ്റ് ഇതര ഭാഗങ്ങളിൽ പൂജാമുറി പരിപാലിക്കുന്നില്ല. ചില ആൾക്കാർ പൂജാമുറിക്ക് അതിന് വലിയ പൂജാമുറി കിട്ടിയിട്ട് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വരുന്നതിന് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും പ്ലാനിൽ നേരത്തെ ഉണ്ടാക്കും. പിന്നെ പൂജാമുറി ചെയ്യുന്നത് താഴെ വേണോ ഉയരം വേണോ, ഒരുപാട് സംശയങ്ങളുണ്ട്. എപ്പോഴും തന്നെ എർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പൂജാമുറി പണിയേണ്ടത്. ഏതെങ്കിലും ക്ഷേത്രം രണ്ടാമത്തെ നില എന്തെങ്കിലും കെട്ടി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ല. അതാണ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ് പൂജാമുറി നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഇരുനില വീട് താഴെയും ഉയരം നമ്മൾ താമസിക്കുകയാണ്. നിങ്ങളുടെ പൂജാമുറി താഴെ തന്നെ വേണം. അതിൽ ഫ്ലാറ്റ് താമസം ആ കണക്ക് ഇതിന് രണ്ടാണ്. ഒരു ഫ്ലാറ്റ് താമസിക്കുകയാണ്, ഫ്ലാറ്റ് അതാണ് നമ്മൾ താമസിക്കുക, വേറെ താഴെ വരെയും പോകുന്നില്ല. അതിന് നമുക്ക് സ്വാഭാവികമായിട്ടും ഫ്ലാറ്റിൻ്റെ വാസ്തുപരമായിട്ടും നമ്മുടെ ഇതോട്ട് കുറച്ച് അന്തരങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല.
അത് അവർ അവിടെ തന്നെ അതനുസരിച്ച് പടങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ പൂജാമുറി വെച്ച് വിളക്ക് എത്തിക്കും. അതിന് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എപ്പോഴും തന്നെ ചെയ്യേണ്ടത്, ഒരു പൂജാമുറി പണിയുമ്പോൾ തൊട്ട് ചേർന്ന് ടോയ്ലറ്റിന് ചോര് വരാൻ പാടില്ല. അവിടെ അടുക്കളയുടെ വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വരാം. അടുക്കളയ്ക്കെന്ന് വെച്ചാൽ നല്ല ആരോഗ്യ പരിപാലനം. നമുക്കൊരു വീടിൻ്റെ അടുക്കളയും പൂജാമുറിക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതെ അതെ, പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറേ, ഈ അടുപ്പിലാണ് ഗണപതി ഹോമം പോലും ആദ്യം. അതങ്ങനെയാണ് ഇപ്പോഴും ബ്രാഹ്മിൺസൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്ക് അവരെ വിളക്കെത്തിക്കുന്ന അടുക്കളയ്ക്കകത്താണല്ലോ, അടുക്കളയുടെ ഒരു ഭാഗത്താണ്. പണ്ടുള്ള ചില ഇല്ലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കയറി. അതുകൊണ്ട് ഒരിക്കലും തന്നെ പൂജാമുറിക്ക് പ്രാധാന്യം അടുക്കളയുടെ ചേർന്ന് ചുവരിൽ വരുന്നതിന് ഒരു തടസ്സമില്ല. എന്നാൽ ടോയ്ലറ്റിൻ്റെ ചുവര് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. ഇനി അടുത്ത എപ്പിസോഡിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാം.